നമ്മൾ താമസിച്ച റൂം താണ്ട ഇതാണ് കേട്ടോ. അപ്പം ഇനി രാവിലെ നമ്മൾ ബദരീനെ അക്ഷരങ്ങൾ ആദ്യമായിട്ട് എഴുതിക്കാനായിട്ട് കൊണ്ടുപോകുന്നത്. ബദരി ഹരീശ്രീയൊക്കെ പഠിച്ചാടാ. ഞാൻ നോക്ക് ഹരീശ്രീ പറഞ്ഞു. ഹരീശ്രീ നേരെ എങ്ങനെ കയറി മേലോട്ട് കുളിച്ചല്ലേ ആള്. പിന്നെ ക്ഷേത്രത്തിന് മുൻവശമാണ് ഈ കാണുന്നത്. രാവിലെ ഇപ്പോൾ 7:50 ടൈം. കാലത്ത് തന്നെ നമ്മൾ കുളിച്ച് ഫ്രഷായിട്ട് നേരെ ക്ഷേത്രത്തിലേക്ക് പോയി. നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോകണം. അപ്പം ബദരിക്ക് ആദ്യാക്ഷരം കുറിക്കാനായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ മൂകാംബികയിലേക്ക് വന്നത്. ഹായ്. എന്തുവാടി ചിണ്ടു ഈ കാണിക്കുന്നത്? അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച വലത്ത് ഭാഗത്തായിട്ട് ഇടയ്ക്കൊരു കൗണ്ടറുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ചോറൂണിനും ആദ്യാക്ഷരം കുറിക്കുന്നതിനൊക്കെ ഉള്ളതായിട്ടുള്ള ടോക്കണും കാര്യങ്ങളും ഇവിടെ നിന്നാണ് എടുക്കുന്നത്. ഇവിടെ തന്നെയാണ് നമ്മൾ കാശ് കൊടുത്തിട്ട് നമുക്ക് പേ ചെയ്ത് നമുക്ക് ക്യൂ നിൽക്കാതെ, അതായത് ക്യൂ അങ്ങനെ വലിയ ക്യൂ അല്ലാതെ ഒരു ചെറിയ തരത്തിലുള്ള ക്യൂവിൽ നിന്നിട്ട് നമുക്ക് ദർശനം കാണാൻ പറ്റും. അപ്പോൾ അതിന് 100 രൂപയെങ്ങോട്ടാണ് വാങ്ങിയിരുന്നത്. പിന്നെ നമ്മൾ അക്ഷരം കുറിക്കുന്നതിനായിട്ടുള്ള ടോക്കൺ വാങ്ങിച്ച് നേരെ സരസ്വതി മണ്ഡപത്തിലേക്ക് പോയി. അമ്മയുടെ മടിയിരിക്കും. അപ്പോൾ ആദ്യാക്ഷരം കുറിക്കാനായിട്ട് സരസ്വതി മണ്ഡപത്തിൽ നമ്മൾ വന്നിരുന്നു. അപ്പം പുള്ളിക്കാരൻ, അതായത് അവിടെ ശാന്തിയായിട്ട് നിൽക്കുന്ന അദ്ദേഹം ബദരീനെ ശില്പയുടെ മടിയിലിരുത്താൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ചുണ്ടും കുഞ്ഞി അവരെ കൂടെ പോയിരുന്നു. അമ്മ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു. പരിസരത്ത് തൊട്ടടുത്ത് തന്നെ വേറെ കുഞ്ഞുങ്ങളും അതിനുള്ള എഴുതാനായിട്ട് നിൽക്കുന്നവരും ഉണ്ട്. അപ്പം ഓരോ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തരുന്ന അതനുസരിച്ച് ആ ശ്ലോകങ്ങൾ ചൊല്ലിയ ആ ഒരു രീതിയിലാണ് ഈ ഒരു ആദ്യാക്ഷരം കുറിക്കുന്ന ചടങ്ങ് നടക്കുന്നത്. അപ്പോൾ ആദ്യാക്ഷരം കുറിക്കാനുള്ള ആ ഒരു തട്ടം, അതിനകത്ത് അരി, പിന്നെ ഒരു മഞ്ഞളിൻ്റെ കഷ്ണം, ഇതാണ് നമുക്ക് തരുന്നത്. നമുക്കെന്ന് പറഞ്ഞാൽ എഴുതാനുള്ള കുഞ്ഞിന് തരുന്നത്. പിന്നെ ആ ഒരു കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ശ്ലോകം ചൊല്ലുകയും ആ ഒരു കൂടാതെ പങ്കെടുത്ത ആ കാര്യങ്ങൾ പറയുന്നതും വളരെ ഉത്തമമെന്നാണ് പറയുന്നത്. सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारंभं करिष्यामि सिद्धिर्भवतु मे सदा अविद्या मूलनाशिन्यै विद्या अवयव मूर्तये सर्वविद्या प्रदायिन्यै मूकाम्बायै नमो नमः। नमस्ते शारदा देवी काश्मीर पुरवासिनी त्वामहं प्रार्थये नित्यं विद्याबुद्धिं च देहि मे। ಮಂಜಳೆಲ್ಲ ಕುಟ್ಟಿಗಳ ಕೈಲಿ ಕೊಡ್ತಳು, ಕೈ പോലെ എഴുതിക്കണം, കൈ പിടിച്ചിട്ട് എഴുതണം. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ കുട്ടികളുടെ ആദ്യാക്ഷരം കുറിക്കുന്നതിന് പിന്നിൽ വിദ്യയുടെ ജ്ഞാനത്തിൻ്റെയും ദേവിയായ സരസ്വതിയെ പൂജിക്കുന്നതിൻ്റെ ഭാഗമായി അറിവിലേക്കുള്ള ആദ്യ പടി എന്ന നിലയിൽ സരസ്വതി ദേവിയുടെ അനുഗ്രഹം തേടുന്നു എന്നതാണ് പ്രധാന കാരണം. ഇവിടെ ദേവി സർവജ്ഞ ശക്തിയാണ്. ജ്ഞാനം നൽകി അജ്ഞാനത്തെ നശിപ്പിക്കുന്നു എന്ന വിശ്വാസത്താൽ
അക്ഷരം കുറിക്കുന്നത് നല്ല ഭാവിക്കുള്ള തുടക്കമായി കണക്കാക്കുന്നു. ഇത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് നല്ല ഫലങ്ങൾ നൽകുമെന്നും വിശ്വസിക്കപ്പെടുന്നു. പ്രധാന കാരണങ്ങൾ: 1. സരസ്വതി സാന്നിധ്യം. മൂകാംബിക ദേവി പാർവതിയുടെയും ലക്ഷ്മിയുടെയും സരസ്വതിയുടെയും സംയോജിത രൂപമാണെങ്കിലും വിദ്യയുടെ ദേവിയായ സരസ്വതിയുടെ അംശമായി കണക്കാക്കുന്നു. അതിനാൽ വിദ്യാരംഭം കുറിക്കാൻ ഏറ്റവും ഉചിതമായ സ്ഥലമായി ഇത് കരുതുന്നു. ചിണ്ടു നിന്റെ അടുത്ത് നേരെ ഇരിക്കത്തില്ല. 1 2 3 1 2 3 3 4 5 അങ്ങനെ പറഞ്ഞിട്ട് എഴുതിക്കണം. ABCDE 5 ലെറ്റർ എഴുതോളൂ. രണ്ടാമത്തെ കാരണം ജ്ഞാനോദയം. ദേവി ജ്ഞാനോദയം നൽകുന്നവരാണ്, അജ്ഞാനത്തെ ഇല്ലാതാക്കുന്നവരാണ്. ആദ്യമായി അക്ഷരം കുറിക്കുമ്പോൾ ദേവിയുടെ അനുഗ്രഹം ലഭിച്ചാൽ അറിവ് എളുപ്പത്തിൽ നേടാൻ സാധിക്കുമെന്നും പഠനത്തിൽ മുന്നേറുമെന്നും വിശ്വാസമുണ്ട്. അവിഘ്നമസ്തു അവിഘ്നമസ്തു. 3. ശുഭാരംഭം. കുട്ടികളുടെ ജീവിതത്തിലെ അറിവിൻ്റെ ആദ്യപടി, ആദ്യാക്ഷരം ഏറ്റവും പ്രധാനമായ സ്ഥലത്ത് കുറിക്കുന്നത് അവരുടെ ഭാവി ജീവിതത്തിന് നല്ല തുടക്കം നൽകുന്നു. ഇത് ദേവിയുടെ കൃപയാൽ നല്ല രീതിയിൽ പഠനം പൂർത്തിയാക്കാൻ സഹായിക്കുമെന്നും വിശ്വസിക്കുന്നു. നാല്. മംഗളകർമ്മം. മൂകാംബിക ക്ഷേത്രത്തിൽ വിദ്യാരംഭം നടക്കുന്നത് ഒരു മംഗളകർമ്മമായി കണക്കാക്കുന്നു. ഇത് കുട്ടികളിൽ പഠനത്തിനായുള്ള താല്പര്യം വളർത്താനും സഹായിക്കുന്നു. ചുരുക്കത്തിൽ അറിവിൻ്റെയും വിദ്യയുടെയും ദേവിയായ മൂകാംബികയുടെ അനുഗ്രഹം തേടി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഒരു ഉത്തമ തുടക്കം നൽകുക എന്നതാണ് കൊല്ലൂരിൻ്റെ ആദ്യാക്ഷരം കുറിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത്. അങ്ങനെ ബദരി ആദ്യാക്ഷരമൊക്കെ കുറിച്ച് തിരുമേനിക്ക് ദക്ഷിണയൊക്കെ നൽകി അനുഗ്രഹമൊക്കെ വാങ്ങി തിരുമേനി പഠിക്കുമെന്നൊക്കെ ചോദിച്ചപ്പോൾ ആ ഡണ്ണൊക്കെ അടിച്ചിട്ടാ പുള്ളിക്കാരൻ പുറത്തോട്ട് പോയത്. ಅಲ್ಲ ನಿನ್ನೆ ಫೋನ್ ಹೇಳ ಅಂತರು ನಲ್ಲಣ പഠിക്കണല്ല നല്ലോണം പഠിക്കണല്ല ಎಲ್ಲ കൊടിമരത്തിന്റെ മുമ്പിൽ നമസ്കരിച്ചോളൂ. ಎಲ್ಲ കൊടിമരത്തിന്റെ മുമ്പിൽ നമസ്കരിക്കണല്ല. എന്താണ് ആദ്യാക്ഷരമൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ബദരി ഭയങ്കര സീരിയസ് ആയിട്ടുള്ള മുഖഭാവമൊക്കെ ആയിരുന്നു. കുറച്ച് നേരം ഇങ്ങനെ പിണങ്ങിയൊക്കെ നിന്നു, കുറച്ച് വാശിയൊക്കെ പിടിച്ച് നിന്നിരുന്നു. പിന്നെ ആ പെങ്കൊച്ചിനെ കണ്ട് അമ്മ കളിയാക്കിയപ്പോഴത്തേക്ക് പിന്നെ അങ്ങ് മൂടൊക്കെ മാറി ചിരിയൊക്കെ തുടങ്ങി.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചു. ആദ്യാക്ഷരം കുറിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് ദർശനം നടത്തി നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്. ഒരു പെൺകുട്ടി മാല വാങ്ങി പാസ് എടുത്ത് ഈ കാണുന്ന അമ്പലത്തിൻ്റെ അകത്ത ആ ഒരു രഥത്തിൻ്റെ കാഴ്ചയാണ്. താഴെ വീഴരുത്, അടി കൂടും. വാ, നീ കുറെ ചിരിക്കട്ടോ. ആ പോട്ട് നീയൊക്കെ അങ്ങനെ ക്ഷേത്രത്തിൻ്റെ ദർശനമൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങിച്ച് നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തൂടെ കയറിയിട്ട് ബാക്കിൽ ആ ഒരു ഡോറിൻ്റെ ഭാഗമുണ്ട്, അതിലേക്കൂടെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനുള്ളൊരു വഴിയുണ്ട്. ഈ ഭാഗത്തായിട്ട് ഒരു 3 ചിത്രങ്ങൾ കൊടുത്തിരിക്കുന്നുണ്ടല്ലേ. അപ്പം സരസ്വതി ദേവിയുടെ 3 ഭാവങ്ങളായിട്ടുള്ള രീതിയിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പുറത്തോട്ട് ബാക്കിൽ സൈഡിൽ കൂടെ ഇങ്ങനെ ഇറങ്ങാനുള്ളൊരു വഴിയുണ്ട്. അവിടെ ഒരു വലിയൊരു രഥമിരിപ്പുണ്ട് ആ ഒരു പുറക്ക് സൈഡിലായിട്ട്. നമുക്ക് വിശാലമായിട്ട് ഇരിക്കാനും കുറച്ച് കസേരയാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രോഗ്രാം നടക്കുന്നുണ്ടെങ്കിൽ ഇതേ രീതിയിലുള്ള ഈ സ്ഥലത്ത് വെച്ചാണ് നടത്തുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച് നേരെ റൂമിലേക്ക് പോവുകയാണ്. ഇനി നമ്മൾ നാട്ടിലേക്കാണ്. ഒരു ചായ വിത്തോട്ട് വരണം മതി ചക്കര. അപ്പോൾ നമ്മൾ കാപ്പിയെ കുടിച്ചിറങ്ങി നേരെ കുന്താപുരമാണ്. അപ്പോൾ ടാക്സി വരും. ടാക്സി വന്നിട്ട് നേരെ കുന്താപുരം പോയി അവിടുന്ന് ഉടുപ്പി നമുക്ക് വണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത്. ചുണ്ടു നീയല്ലേ പറഞ്ഞു ഡയറക്ഷൻ പല എടുത്തിട്ടുണ്ടേ. സാറിന് എന്താണ് സാർ പറയാനുള്ളത്? നാളെ തൊട്ട് പഠിച്ചാൽ പോണോ? നോക്കിയാൽ പിണക്കോ ഉല്ല അന്നദാനത്തിൻ്റെ സൗകര്യം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തുനിന്ന്, അതായത് വലത് സൈഡ് ആ കാണുന്ന ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇടത്തുനിന്ന് കയറി കഴിഞ്ഞാൽ അന്നദാനപുരിയും കാര്യങ്ങളൊക്കെ അവിടെയാണ്. അപ്പം നമുക്ക് എപ്പോൾ നോക്കിയാലും അവിടെ ആഹാരം കഴിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ റൂമിൽ നിന്ന് വന്ന് നമ്മുടെ പാക്കപ്പ് പറയുവാണ്. ക്ഷേത്രത്തിൻ്റെ സെക്യൂരിറ്റി നമുക്ക് ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് തന്നായിരുന്നു കുന്താപുരത്തേക്ക്. അപ്പോൾ ആ വണ്ടിയാണ് വന്നത്. പുള്ളിക്കാരന് മലയാളമൊക്കെ അറിയാം. അപ്പം പുള്ളിക്കാരൻ നേരെ നമ്മുടെ കുന്താപുരത്തേക്ക് ഏതാണ്ട് 1500 രൂപയാണ് മൂകാംബി എന്ന്. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ വന്ന വണ്ടി നേരെ നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ച് നേരെ കുന്താപുരത്തേക്ക് പോവുകയാണ്. കുന്താപുരത്ത് നിന്ന് നമ്മൾ പോകുന്നതിനിടയ്ക്കായിട്ട് വനദുർഗ ക്ഷേത്രത്തിൽ കയറുന്നുണ്ട്. അത് കൂടാതെ നമ്മൾ കുന്താപുരത്ത് നിന്ന് ഉടുപ്പിയിലിറങ്ങി അവിടെ നിന്നാണ് ട്രെയിൻ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ഉടുപ്പി ക്ഷേത്രം കൂടെ ഒന്ന് ദർശനം കാണുന്നുണ്ട്. ഓക്കെ, മറ്റേ വനദുർഗില്ലേ ಅಲ್ಲಿ ಒಂದು ಸ್ಟಾಪ್ ಮಾಡೋಕೆ ಅದನ್ನಾയിട്ട് ಒಂದೇ ಕಾರ್ಕೆಲ್ಲ ಜಾಸ್ತಿ ഇവിടെ നിൽക്കാൻ വിടില്ല.
ಸೆಕ್ಯೂರಿಟಿನಾಯ್ತಷ್ಟೇ. ഡ്രൈവർ നല്ല കമ്പനിയായിരുന്നു. നമ്മുടെ കാന്താരം മൂവിയിൽ ആ ഒരു ആക്ടറുടെ കാര്യം പുള്ളിക്കാരൻ 10 ദിവസത്തിൽ ഒരിക്കലും ഇവിടെ വരുമെന്ന് വീട് അടുത്തെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട്. കാരണം അത്രത്തോളം ഫാൻസ് ആണ്. കാരണം അതുമല്ല ഒരുപാട് കാര്യങ്ങൾ പുള്ളിയെ പറ്റി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് കാറ് എൻ്റെ ഡീറ്റെയിലിംഗ് നമ്പരൊക്കെ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കാം. അദ്ദേഹത്തിന് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ വിളിക്കാം. ഓക്കെ. അപ്പം നമുക്ക് ഇവിടെ വന്നപ്പോൾ ഈ കാറിൻ്റെ സൗകര്യം ഇരിക്കുന്നത് സെക്യൂരിറ്റി ആണെന്നുണ്ട്. ഈ ഇദ്ദേഹമാണ് കാണുന്നത്. പുള്ളിക്കാർ ഓടി വന്ന് ഒരു ഹായ് പറഞ്ഞ് ഒരു ബായ് നമ്മളും പറഞ്ഞു. അപ്പം പോവാണ്. അപ്പം മൂവാമ്പിയെ നമ്മൾ തിരിച്ച് പോവാണ്. ഓക്കെ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരെ എത്തിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോകളുമായി ഇനിയും കാണാം. അപ്പോഴത്തേക്ക് എല്ലാവർക്കും നല്ലതേ നടക്കട്ടും.